പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 കോറിന്തോസ് 10, 11, 12, 13 എന്നീ അധ്യായങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 53 ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം: അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റേടിയുമെന്ന് കോറിന്തോസുകാർ കരുതുന്നത് ആരെയാണ്? എ. തീത്തോസിനെ, ബി. ക്രിസ്പോസിനെ, സി. പൗലോസ്ലീഹായെ, ഡി. എഫേസോസുകാരെ. ശരിയുത്തരം സി. പൗലോസ്ലീഹായെ. രണ്ടാമത്തെ ചോദ്യം: ആരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്നവരെ, ബി. ഞങ്ങളെ വെറുക്കുന്നവരെ, സി. ആത്മപ്രശംസ നടത്തുന്നവരെ, ഡി. ഞങ്ങളെ ഭയപ്പെടുത്തുന്നവരെ. ശരിയുത്തരം എ. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്നവരെ. മൂന്നാമത്തെ ചോദ്യം: ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് പൗലോസ്ലീഹായും കൂട്ടരും കീഴ്പ്പെടുത്തുന്നത് എന്തിനെയാണ്? എ. എല്ലാ നിയന്ത്രണങ്ങളും, ബി. എല്ലാ പഠനങ്ങളെയും, സി. എല്ലാ ചിന്താഗതികളെയും, ഡി. എല്ലാ വിശ്വാസങ്ങളെയും. ശരിയുത്തരം സി. എല്ലാ ചിന്താഗതികളെയും. നാലാമത്തെ ചോദ്യം: എന്തിലാണ് എനിക്ക് ലജ്ജിക്കാനില്ല എന്ന പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? എ. ധൈര്യം പ്രകടിപ്പിക്കുന്നത്, ബി. പ്രതിബന്ധങ്ങളെ തകർക്കുന്നത്, സി. അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നത്, ഡി. അധികാരത്തെപ്പറ്റി പ്രശംസിച്ചു പറയുന്നത്. ശരിയുത്തരം ഡി. അധികാരത്തെപ്പറ്റി പ്രശംസിച്ചു പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം: കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? എ. നിങ്ങളെ ശിക്ഷിക്കാൻ, ബി. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ, സി. നിങ്ങളെ പടുത്തുയർത്താൻ, ഡി. നിങ്ങളെ അനുസരിക്കുന്നവരാക്കാൻ. ശരിയുത്തരം സി. നിങ്ങളെ പടുത്തുയർത്താൻ. ആറാമത്തെ ചോദ്യം: എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ശത്രുവായി, ബി. ലേഖനത്തിലൂടെ ഭയപ്പെടുത്തുന്നവനായി, സി. അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവനായി, ഡി. തന്നെ പ്രശംസിക്കുന്നവനായി. ശരിയുത്തരം ബി. ലേഖനത്തിലൂടെ ഭയപ്പെടുത്തുന്നവനായി. ഏഴാമത്തെ ചോദ്യം: പൗലോസ്ലീഹായുടെ ശാരീരിക സാന്നിധ്യവും ഭാഷണവും എപ്രകാരമുള്ളതാണ്? എ. ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതും, ബി. ശാരീരിക സാന്നിധ്യം ശക്തവും ഭാഷണം മനസ്സിലേശാത്തതും, സി. ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശുന്നതും, ഡി. ശാരീരിക സാന്നിധ്യവും ഭാഷണവും ശക്തം. ശരിയുത്തരം എ. ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതും. എട്ടാമത്തെ ചോദ്യം: പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എപ്രകാരമുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? എ. ശക്തവും വ്യക്തവും, ബി. ശക്തവും മനസ്സിലേശാത്തതും, സി. ഈടുറ്റതും മനസ്സിലേശാത്തതും, ഡി. ഈടുറ്റതും ശക്തവും. ശരിയുത്തരം ഈടുറ്റതും ശക്തവും. ഒൻപതാമത്തെ ചോദ്യം: എന്തിനെല്ലാം ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ്ലീഹ അഭിപ്രായപ്പെടുന്നത്? എ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യാനോ, ബി. നിങ്ങളെ ശിക്ഷിക്കാനും തകർക്കാനും, സി. നിങ്ങളെ ഭയപ്പെടുത്താനും ആത്മപ്രശംസ നടത്താനും, ഡി. നിങ്ങളെ ശിക്ഷിക്കാനും ഭയപ്പെടുത്താനും. ശരിയുത്തരം എ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യാനോ. പത്താമത്തെ ചോദ്യം: പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആര്? എ. അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവർ, ബി. മറ്റുള്ളവരെ വിധിക്കുന്നവർ, സി. ആത്മപ്രശംസ നടത്തുന്നവർ, ഡി. നിങ്ങളെ ഭയപ്പെടുത്തുന്നവർ. ശരിയുത്തരം സി. ആത്മപ്രശംസ നടത്തുന്നവർ. 11ാമത്തെ ചോദ്യം: പൗലോസ്ലീഹായും കൂട്ടരും കോറിന്തോസുകാരുടെ അരികിൽ വന്നതെങ്ങനെ? എ.
പ്രതിബന്ധങ്ങളെ തകർക്കുന്നവരായി, ബി പ്രസംഗിക്കാൻ കഴിവുള്ളവരായി, സി ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി, ഡി ലേഖനത്തിലൂടെ ഭയപ്പെടുത്തുന്നവരായി. ശരിയുത്തരം സി ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. 12ാമത്തെ ചോദ്യം, എന്തു സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? എ അറിവ് സ്വായത്തമാക്കി, ബി അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി, സി സമ്പത്ത് സ്വായത്തമാക്കി, ഡി ഉദാരമായ സംഭാവന സ്വായത്തമാക്കി. ശരിയുത്തരം ബി അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി. 13ാമത്തെ ചോദ്യം, ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? എ ആത്മപ്രശംസ നടത്തുന്നവർ, ബി കർത്താവ് പ്രശംസിക്കുന്നവൻ, സി കോറിന്തോസുകാർ പ്രശംസിക്കുന്നവർ, ഡി പൗലോസ്ലീഹ പ്രശംസിക്കുന്നവർ. ശരിയുത്തരം ബി കർത്താവ് പ്രശംസിക്കുന്നവൻ. 14ാമത്തെ ചോദ്യം, എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. അദ്ധ്യായം വാക്യം ഏത്? എ 2 കോറിന്തോസ് 10-ാം അധ്യായം 12-ാം വാക്യം, ബി 2 കോറിന്തോസ് 10-ാം അധ്യായം 10-ാം വാക്യം, സി 2 കോറിന്തോസ് 10-ാം അധ്യായം 2-ാം വാക്യം, ഡി 2 കോറിന്തോസ് 10-ാം അധ്യായം 18-ാം വാക്യം. ശരിയുത്തരം ഡി 2 കോറിന്തോസ് 10-ാം അധ്യായം 18-ാം വാക്യം. 15ാമത്തെ ചോദ്യം, ഏതു വിധത്തിലുള്ള അസൂയയാണ് കോറിന്തോസുകാരോട് തോന്നുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? എ മാനുഷികമായ അസൂയ, ബി കഠിനമായ അസൂയ, സി ദൈവികവും മാനുഷികവുമായ അസൂയ, ഡി ദൈവികമായ അസൂയ. ശരിയുത്തരം ഡി ദൈവികമായ അസൂയ. 16ാമത്തെ ചോദ്യം, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ആരോട്? എ കോറിന്തോസുകാരോട്, ബി ഗലാത്യക്കാരോട്, സി റോമാക്കാരോട്, ഡി ഫിലിസ്തീയരോട്. ശരിയുത്തരം എ കോറിന്തോസുകാരോട്. 17ാമത്തെ ചോദ്യം, പൗലോസ്ലീഹായ്ക്ക് കോറിന്തോസുകാരെക്കുറിച്ച് ഭയമുള്ളത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ, ബി ക്രിസ്തുവിലുള്ള എളിമയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ, സി ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ, ഡി ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ? ശരിയുത്തരം ഡി ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ? 18ാമത്തെ ചോദ്യം, എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ചിന്താഗതിയിൽ, ബി അറിവിൽ, സി സ്നേഹത്തിൽ, ഡി അധികാരത്തിൽ. ശരിയുത്തരം ബി അറിവിൽ. 19ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത് എന്താണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ദൈവത്തിൻ്റെ സുവിശേഷം, ബി ക്രിസ്തുവിൻ്റെ കുരിശുമരണം, സി യേശുവിൻ്റെ ഉദ്ധാനം, ഡി യഹൂദരുടെ നിയമങ്ങൾ. ശരിയുത്തരം എ ദൈവത്തിൻ്റെ സുവിശേഷം. 20ാമത്തെ ചോദ്യം, കോറിന്തോസിലായിരിക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് ഞെരുക്കമുണ്ടായപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തതാര്? എ അക്കായിയയിലെ സഹോദരന്മാർ, ബി കോറിന്തോസിലെ സഹോദരന്മാർ, സി തീത്തോസ്, ഡി മക്കെദോനിയയിലെ സഹോദരന്മാർ. ശരിയുത്തരം ഡി മക്കെദോനിയയിലെ സഹോദരന്മാർ. 21ാമത്തെ ചോദ്യം, എന്ത് എന്നിലുള്ളത് കൊണ്ടാണ് മക്കെദോനിയയിലെ സഹോദരങ്ങളെ പ്രശംസിച്ചു പറഞ്ഞത് അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ലെന്ന് പൗലോസ്ലീഹ പറയുന്നത്? എ ക്രിസ്തുവിൻ്റെ സത്യം, ബി സത്യം, സി വചനത്തിൻ്റെ സത്യം, ഡി സുവിശേഷത്തിൻ്റെ സത്യം. ശരിയുത്തരം എ ക്രിസ്തുവിൻ്റെ സത്യം. 22ാമത്തെ ചോദ്യം, തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് പറയുന്നവരുടെ
എന്ത് ഞങ്ങൾ ഗണ്ഡിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? എ. വാഗ്ദാനം, ബി. ചിന്ത, സി. അവകാശവാദം, ഡി. അനുമാനം. ശരിയുത്തരം സി. അവകാശവാദം. 23-ാമത്തെ ചോദ്യം. ആരുപോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. സാത്താൻ, ബി. ഭോഷന്മാർ, സി. കോറിന്തോസുകാർ, ഡി. പിശാച്. ശരിയുത്തരം ഡി. പിശാച്. 24-ാമത്തെ ചോദ്യം. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എപ്രകാരം പെരുമാറുന്നുവെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? എ. ദയാപൂർവം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്, ബി. കാരുണ്യപൂർവം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്, സി. സന്തോഷപൂർവം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്, ഡി. വിശ്വാസപൂർവം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്. ശരിയുത്തരം സി. സന്തോഷപൂർവം സഹിഷ്ണുത കാണിച്ചുകൊണ്ട്. 25-ാമത്തെ ചോദ്യം. കോറിന്തോസുകാരെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത പുലർത്തിയതുകൊണ്ട് അവരെ എപ്രകാരമാണ് പൗലോസ്ലീഹ വിളിക്കുന്നത്? എ. സഹനശീലർ, ബി. അടിമകൾ, സി. വിവേകശൂന്യർ, ഡി. ബുദ്ധിമാന്മാർ. ശരിയുത്തരം ഡി. ബുദ്ധിമാന്മാർ. 26-ാമത്തെ ചോദ്യം. ആരുടെ കൈകളിൽ നിന്നാണ് 5 പ്രാവശ്യം 1 കുറയെ 40 അടി വീതം കൊണ്ടുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? എ. കോറിന്തോസുകാരുടെ, ബി. യഹൂദരുടെ, സി. റോമാക്കാരുടെ, ഡി. മക്കെദോനിയക്കാരുടെ. ശരിയുത്തരം ബി. യഹൂദരുടെ. 27-ാമത്തെ ചോദ്യം. പൗലോസ്ലീഹ യാത്രയ്ക്കിടയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ചു എന്നാണ് പറയുന്നത്? എ. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും, ബി. രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും, സി. ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും, ഡി. എ, ബി, സി. ശരിയുത്തരം ഡി. എ, ബി, സി. അതായത് കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും. തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ സവിശേഷതകൾ എന്തെല്ലാം? എ. കപടനാട്യക്കാരായ അപ്പസ്തോലന്മാർ, ബി. അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും വഞ്ചകരായ ജോലിക്കാരും, സി. എയും ബിയും, ഡി. ബി മാത്രം. ശരിയുത്തരം സി. എയും ബിയും. അതായത് കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരും വഞ്ചകരായ ജോലിക്കാരും. 29-ാമത്തെ ചോദ്യം. വിവിധ പീഡകൾക്കിടയിലും പൗലോസ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? എ. തീത്തോസിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ബി. സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ, സി. കോറിന്തോസുകാരെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഡി. വിശ്വാസികളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ശരിയുത്തരം ബി. സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. 30-ാമത്തെ ചോദ്യം. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്തിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. ബലഹീനതകളെക്കുറിച്ച്, ബി. അറിവിനെക്കുറിച്ച്, സി. വേദനകളെക്കുറിച്ച്, ഡി. സഹനങ്ങളെക്കുറിച്ച്. ശരിയുത്തരം എ. ബലഹീനതകളെക്കുറിച്ച്. 31-ാമത്തെ ചോദ്യം. ദൈവത്തെ എപ്രകാരമെല്ലാമാണ് 2 കോറിന്തോസ് 11:31 പൗലോസ്ലീഹ പറയുന്നത്? എ. യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും, ബി. യേശുവിൻ്റെ ദൈവവും പിതാവും, സി. യേശുവിൻ്റെ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും, ഡി. യേശുവിൻ്റെ പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും. ശരിയുത്തരം എ. യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും. 32-ാമത്തെ ചോദ്യം. ദമാസ്കസിൽ വെച്ച് പൗലോസ്ലീഹയെ പിടികൂടുന്നതിനായി ആരാണ് ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത്? എ. അരേത്താസ് രാജാവ്, ബി. അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി, സി. അരേത്താസ് രാജാവും ദേശാധിപതിയും, ഡി. നഗരാധിപൻ. ശരിയുത്തരം ബി.
അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. 33-ാമത്തെ ചോദ്യം, എത്ര വർഷം മുൻപ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ 13 വർഷം, ബി 14 വർഷം, സി 12 വർഷം, ഡി 10 വർഷം. ശരിയുത്തരം ബി 14 വർഷം. 34-ാമത്തെ ചോദ്യം, 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെപ്പറ്റി പൗലോസ്ലീഹായ്ക്ക് അറിയാത്തതെന്ത്? എ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു, ബി ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന്, സി എത്ര വർഷം മുൻപാണ് ഉയർത്തപ്പെട്ടതെന്ന്, ഡി എയും സിയും. ശരിയുത്തരം ബി ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന്. 35-ാമത്തെ ചോദ്യം, അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ നൽകിയിരിക്കുന്ന മുള്ളിനെ എന്താണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? എ പിശാചിൻ്റെ അടിമ, ബി പിശാചിൻ്റെ ദൂതൻ, സി പിശാചിൻ്റെ കാവൽക്കാരൻ, ഡി പിശാചിൻ്റെ സേനാനി. ശരിയുത്തരം ബി പിശാചിൻ്റെ ദൂതൻ. 36-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹയുടെ ശരീരത്തിലെ പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി പൗലോസ്ലീഹ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത്? എ 4 പ്രാവശ്യം, ബി 2 പ്രാവശ്യം, സി 5 പ്രാവശ്യം, ഡി 3 പ്രാവശ്യം. ശരിയുത്തരം ഡി 3 പ്രാവശ്യം. 37-ാമത്തെ ചോദ്യം, എന്തിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്? എ ശക്തിയിൽ, ബി സങ്കടത്തിൽ, സി വേദനയിൽ, ഡി ബലഹീനതയിൽ. ശരിയുത്തരം ഡി ബലഹീനതയിൽ. 38-ാമത്തെ ചോദ്യം, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ആര് ആരോട് പറഞ്ഞു? എ കർത്താവ് തീത്തോസിനോട്, ബി പൗലോസ്ലീഹ തീത്തോസിനോട്, സി കർത്താവ് പൗലോസ്ലീഹയോട്, ഡി കർത്താവ് തിമോത്തിയോസിനോട്. ശരിയുത്തരം സി കർത്താവ് പൗലോസ്ലീഹയോട്. 39-ാമത്തെ ചോദ്യം, എന്തിലെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും, ബി ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും, സി അത്യാഹിതങ്ങളിൽ, ഡി എയും ബിയും സിയും. ശരിയുത്തരം ഡി എ ബി സി, അതായത് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും. 40-ാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇതാ ഞാൻ എത്രാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറഞ്ഞത്? എ 5-ാം പ്രാവശ്യം, ബി 4-ാം പ്രാവശ്യം, സി 3-ാം പ്രാവശ്യം, ഡി 2-ാം പ്രാവശ്യം. ശരിയുത്തരം സി 3-ാം പ്രാവശ്യം. 41-ാമത്തെ ചോദ്യം, ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആർക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ബി ആത്മാക്കൾക്ക് വേണ്ടി, സി മാതാപിതാക്കൾക്ക് വേണ്ടി, ഡി മക്കൾക്ക് വേണ്ടി. ശരിയുത്തരം ബി ആത്മാക്കൾക്ക് വേണ്ടി. 42-ാമത്തെ ചോദ്യം, കബളിപ്പിച്ച് സൂത്രത്തിൽ ഞങ്ങളെ കൈവശപ്പെടുത്തുകയായിരുന്നു എന്ന് കോറിന്തോസുകാർ ആരെ പറ്റിയാണ് പറഞ്ഞത്? എ പൗലോസ്ലീഹയെ പറ്റി, ബി മക്കെദോനിയക്കാരെ പറ്റി, സി തീത്തോസിനെ പറ്റി, ഡി സഹോദരങ്ങളെ പറ്റി. ശരിയുത്തരം എ പൗലോസ്ലീഹയെ പറ്റി. 43-ാമത്തെ ചോദ്യം, ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്? ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്? ഞങ്ങൾ എന്നതുകൊണ്ട് ആരെയാണ് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? എ തീത്തോസിനെ, ബി തീത്തോസിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരനെ, സി തീത്തോസിനെയും കൂടെയുണ്ടായിരുന്ന സഹോദരനെയും, ഡി അക്കായിയ പ്രദേശങ്ങളിലുള്ളവരെ. ശരിയുത്തരം സി തീത്തോസിനെയും കൂടെയുണ്ടായിരുന്ന സഹോദരനെയും. 44-ാമത്തെ ചോദ്യം, ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ദൈവസമക്ഷം
സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എ. കോറിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി. ബി. കോറിന്തോസുകാരുടെ യശസ്സിനു വേണ്ടി. സി. കോറിന്തോസുകാരുടെ നാശത്തിനു വേണ്ടി. ഡി. കോറിന്തോസുകാരുടെ നേട്ടത്തിനു വേണ്ടി. ശരിയുത്തരം എ. കോറിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി. 45-ാമത്തെ ചോദ്യം. പൗലോസ്ലീഹായിൽ കോറിന്തോസുകാരും കോറിന്തോസുകാരിൽ പൗലോസ്ലീഹയും കാണാൻ ആഗ്രഹിക്കാത്തത് എന്തെല്ലാമാണ്? എ. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. ബി. കലഹം, സംശയം, അസ്വസ്ഥത, അഹന്ത. സി. അസൂയ, കോപം, വെറുപ്പ്, മാത്സര്യം. ഡി. അപവാദം, പരദൂഷണം, അഹന്ത, ദേഷ്യം. ശരിയുത്തരം എ. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. 46-ാമത്തെ ചോദ്യം. പൗലോസ്ലീഹ താക്കീത് നൽകിയെന്ന് പറയുന്നത് ആർക്കെല്ലാം? എ. നേരത്തെ പാപം ചെയ്തിട്ടില്ലാത്തവർക്ക്. ബി. കൽപ്പനകൾ പാലിക്കാത്തവർക്ക്. സി. വിശ്വാസവഞ്ചകർക്ക്. ഡി. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. ശരിയുത്തരം ഡി. നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. 47-ാമത്തെ ചോദ്യം. എന്തിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത്? എ. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. ബി. ഞാൻ വരുന്നു എന്നതിന്. സി. എനിക്ക് വിശ്വാസമുണ്ട് എന്നതിന്. ഡി. ഞാൻ രക്ഷിക്കുമെന്നതിന്. ശരിയുത്തരം എ. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. 48-ാമത്തെ ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷയിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ. ബി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ. സി. നിങ്ങൾക്ക് ദയയില്ലെങ്കിൽ. ഡി. നിങ്ങൾക്ക് കാരുണ്യമില്ലെങ്കിൽ. ശരിയുത്തരം എ. യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ. 49-ാമത്തെ ചോദ്യം. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? എ. പൗലോസ്ലീഹ കോറിന്തോസുകാരോട്. ബി. പൗലോസ്ലീഹ മക്കെദോനിയക്കാരോട്. സി. തീത്തോസ് മക്കെദോനിയക്കാരോട്. ഡി. തീത്തോസ് കോറിന്തോസുകാരോട്. ശരിയുത്തരം എ. പൗലോസ്ലീഹ കോറിന്തോസുകാരോട്. 50-ാമത്തെ ചോദ്യം. ഞങ്ങളെ എങ്ങനെ കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണമെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? എ. വിഷമസന്ധികളിൽ. ബി. പരാജിതരായി. സി. വിജയശ്രീലാളിതരായി. ഡി. കഠിനാധ്വാനികളായി. ശരിയുത്തരം ബി. പരാജിതരായി. 51-ാമത്തെ ചോദ്യം. നിങ്ങളുടെ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത്? എ. സ്നേഹത്തിനു വേണ്ടി. ബി. പുനരുദ്ധാരണത്തിനു വേണ്ടി. സി. ഐക്യത്തിനു വേണ്ടി. ഡി. ആത്മസമർപ്പണത്തിനു വേണ്ടി. ശരിയുത്തരം ബി. പുനരുദ്ധാരണത്തിനു വേണ്ടി. 52-ാമത്തെ ചോദ്യം. എപ്രകാരം അന്യോന്യം അഭിവാദനം ചെയ്യാനാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്? എ. സ്നേഹം കൊണ്ട്. ബി. വിശുദ്ധ ചുംബനം കൊണ്ട്. സി. ഹസ്തദാനം വഴി. ഡി. കൈ ഉയർത്തിക്കൊണ്ട്. ശരിയുത്തരം ബി. വിശുദ്ധ ചുംബനം കൊണ്ട്. 53-ാമത്തെ ചോദ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അധ്യായവും വാക്യവുമേത്? എ. 2 കോറിന്തോസ് 13-ാം അധ്യായം 12-ാം വാക്യം. ബി. 2 കോറിന്തോസ് 13-ാം അധ്യായം 14-ാം വാക്യം. സി. 2 കോറിന്തോസ് 13-ാം അധ്യായം 13-ാം വാക്യം. ഡി. 2 കോറിന്തോസ് 13-ാം അധ്യായം 11-ാം വാക്യം. ശരിയുത്തരം ബി. 2 കോറിന്തോസ് 13-ാം അധ്യായം 14-ാം വാക്യം.